ഗലാത്യർ 5:16-17 വാക്യങ്ങൾ. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ഒരുത്തൻ ജീവിക്കണമെങ്കിൽ ആത്മാവിന് ജീവനുള്ളതായിരിക്കണം. ആത്മാവിന് ജീവൻ വെക്കുന്ന എപ്പോഴാണ്? ഒരുത്തൻ വീണ്ടും ജനിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവ് നിന്നെ പ്രചോദിപ്പിക്കണമെങ്കിൽ അകത്തിരിക്കുന്ന ആത്മാവിന് ജീവൻ ഉണ്ടാകണം. അകത്തിരിക്കുന്ന ആത്മാവിന് ജീവൻ വെക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനം ഉള്ളിൽ ചെല്ലുമ്പോഴാണ് അകത്തിരിക്കുന്ന ആത്മാവ് ജീവൻ വെക്കുന്നത്. ആ ജീവനുള്ള ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ആകയാൽ ഒന്നുകൂടെ വായിക്കാം ലേഖനം. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ജഡിക ലാഭങ്ങൾക്ക് വേണ്ടി നേർച്ച കാഴ്ചകൾ നടത്തിയിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ ഒരു ജഡപ്രകാരമുള്ള ഒരു പ്രവൃത്തിക്കും നിത്യതയിൽ കടത്താനോ അസാധ്യങ്ങളെ സാധ്യമാക്കാനോ സാധിക്കില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനമനുസരിച്ചൊരു ജീവിതം നീ നയിക്കുന്നെങ്കിൽ സ്തോത്രം, ഈ ആചാര അനുഷ്ഠാനങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴും മനുഷ്യൻ അന്ധതയിൽ കിടക്കുകയല്ലേ. ഇപ്പോഴും കർത്താവ് പറയാത്ത പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അതനുസരിക്കണമെങ്കിൽ ആത്മാവ് ജീവനുള്ളതായിരിക്കണം. ആത്മാവിനെ ജീവൻ വെപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഹൗ ടു ലീഡ് എ ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നവരാണ്. ചിലർക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഒരു ഉണർവില്ല. അതെ, കറക്റ്റ്, അതാണ് കറക്റ്റ് വാക്ക്. അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ശരീരം അതിനോട് പ്രതികരിക്കും. സ്തോത്രം. അപ്പോൾ ഭക്ഷണമില്ലാതെ മുന്നോട്ട് പോകാൻ ശരീരത്തിന് സാധിക്കില്ല. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ആത്മാവ്. കാരണം കർത്താവ് പറഞ്ഞു, ലോകം മുഴുവനും നേടി നിന്റെ ആത്മം നശിച്ചാൽ എന്ത് പ്രയോജനം? അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയണം, വേദപുസ്തകം ദിവസേന വായിക്കുക, അതിൽ തിരയുക, ആത്മീയ ജീവിതത്തിൻ്റെ പോഷണത്തിനും വളർച്ചയ്ക്കുമായി രാവും പകലും തിരുവചനം ധ്യാനിക്കുക. സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത്തെ പോയിന്റ്, ദൈവവചന വായന ദിവസവും ഉണ്ടായിരിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നു. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ദിവസവും ഭക്ഷിക്കണം, ദിവസവും വായിക്കണം, ധ്യാനിക്കണം. അതാണ് അകത്തുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത്. പുറമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നു, അകമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തിപ്പെടുത്തുന്നത്, പുഷ്ടി പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ ചെല്ലുമ്പോഴാണ്. അപ്പോൾ ഹോളിഡേ ഇല്ലാത്ത ഒരേ ഒരു കാര്യം ദൈവവചന വായന, പ്രാർത്ഥന, ദൈവവചന ധ്യാനം. അതിന് മാത്രം ഹോളിഡേ ഇല്ല. സ്തോത്രം. അപ്പോൾ ദിവസവും ഒരു ക്രിസ്തീയ ജീവിതം അതിൻ്റെതായ ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദിവസവും ദൈവവചന ധ്യാനവും പഠനവും ഉണ്ടായിരിക്കണം. 119 സങ്കീർത്തനം 105 വാക്യം. ആത്മീയ ജീവിതത്തിന് ഒരു പോഷണം, ആത്മീയ ജീവിതത്തിന് ഒരു പ്രകാശം, ഒരു ടോർച്ചാണ് ദൈവത്തിൻ്റെ വചനം. നിന്റെ വചനം നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ആമേൻ. ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു ടോർച്ച് എപ്പോഴും കയ്യിലുണ്ടാകും. അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം. ഇറ്റ്സ് ടോർച്ച്.
wherever we go, take a torch. Take this is the torch. ദൈവത്തിൻ്റെ വചനം ഒരു ടോർച്ചാണ്. അത് നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. അപ്പോൾ നമ്മളെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതിനെക്കുറിച്ച് രാപകൾ ധ്യാനിക്കണം. 2 കൊറിന്ത്യർ 10-ാം അധ്യായം, 2 കൊറിന്ത്യർ 10-4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 കൊറിന്ത്യർ 10, 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ ജഡികമല്ല, പിന്നെയോ കോട്ടകൾ നശിപ്പിക്കുവാൻ തക്ക ദൈവിക ശക്തി ഉള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിനെതിരായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും നശിപ്പിച്ചു കളയുന്നു. ഹല്ലേലൂയ. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് കീഴടക്കുന്നു. നിങ്ങളുടെ അനുസരണം പൂർണ്ണമാകുമ്പോൾ ഏത് അനുസരണക്കേടിനും ശിക്ഷ നൽകുവാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ ബാഹ്യമായിട്ടുള്ളത് നോക്കുന്നു. ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് സ്വയം വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ ആയിരിക്കുന്നത് പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവരാകുന്നു എന്ന് നിരൂപിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരാരും കൊന്ത ചൊല്ലിയില്ല എന്ന്. മാതാവും കൊന്ത ചൊല്ലിയിട്ടില്ല. അപ്പോൾ ഒരുത്തനെ ശക്തിപ്പെടുത്തുന്ന ജഡികമായ ഒരു ഉപകരണവുമില്ല. മനുഷ്യനിർമ്മിതമായ ഒന്നിലും പിശാചിനെതിരെ പടപൊരുതാൻ സാധിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിക്കും മനുഷ്യനെ രക്ഷിക്കാൻ പറ്റില്ല. മനുഷ്യനിർമ്മിതമായ ഒന്നിനും മനുഷ്യനെ രക്ഷിക്കാൻ പറ്റില്ല. ഇവൻ കൊന്ത പോലും. സ്തോത്രം. ഇന്ന് ഏറ്റവും വലിയ ആയുധമാണ് കൊന്ത. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച്. ജനത്തിൻ്റെ കയ്യിൽ പിടിപ്പിക്കേണ്ടതും ജനം പിടിക്കേണ്ടതുമായ ഒരു ആയുധമുണ്ട്. വായിക്കാം. അവസാനമായി കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ അവസാനമായി കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുമെന്ന് പറയുമ്പം ഈ കൊന്ത കാണിച്ചിട്ട് ഇതിൽ ശക്തിപ്പെടാനാ പറഞ്ഞേ? കർത്താവ് പറയുന്നതേ പറയാവുള്ള കർത്താവ് പറയാത്തത് പറയരുത്. ജനത്തിനെ പിടിപ്പിക്കേണ്ടത് കൊന്തയല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് ദൈവം കയ്യിൽ പിടിപ്പിച്ചത് കൊന്തയല്ല, ബന്ധിഞ്ഞയല്ല, എന്തെങ്കിലും നശിച്ചു പോകുന്ന മനുഷ്യനിർമ്മിതമായ ഒന്നുമല്ല. ആകാശം മാറും, ഭൂതലവും മാറും, അന്നും ഇന്നും മാറാതുള്ളത് ദൈവത്തിൻ്റെ വചനമാകുന്ന ആയുധമാണ് ദൈവം നമ്മളെ പിടിപ്പിച്ചത്. അതാണ് ധരിക്കേണ്ടത്. സ്തോത്രം. വായിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സകല ആയുധങ്ങളും ധരിച്ചുകൊള്ളുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ആയുധമുണ്ട്. പിശാചിനോട് പടപൊരുതണമെങ്കിൽ നമ്മളുടേതായ ഒരായുധത്തിന് സാധിക്കില്ലെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെയെങ്കിൽ നമ്മൾ കളിക്കളത്തിലല്ല, നമ്മൾ യുദ്ധക്കളത്തിലാണ്. പടചേർത്തൻ്റെ ഇഷ്ടം നിറത്തുന്ന യഥാർത്ഥ പടയാളി കർത്താവിൻ്റെ ശിഷ്യനാണ്. ആ ശിഷ്യരായ നമ്മൾ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആയുധം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സർവായുധ വർഗങ്ങൾ അതെന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അത് വീട്ടിലിരുന്ന് വായിക്കുക. 2 കൊറിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും ഒന്നുകൂടെ വരാം. 2 കൊറിന്ത്യർ 10-4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് സ്ലോലി പോകാം. ഞങ്ങളുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ ജഡികമല്ല. അപ്പോൾ ആ വചനം ഈ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യവുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കണം. ജഡീയ ആയുധങ്ങളല്ല, സ്വർഗീയമായ ആയുധമാണ്. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ഏതെങ്കിലും ഒരു സഭയോടോ ഏതെങ്കിലും ഒരു അമ്മായിയപ്പനോടോ അമ്മായിയമ്മയോടോ മരുമകളോടോ ഒന്നുമല്ല, ഒരു സമൂഹത്തോടുമല്ല നമുക്ക് പോരാട്ടം. നമുക്ക് പോരാട്ടം ദുഷ്ടശക്തിയോടാണ്. അപ്പോൾ അവനോട് പടപൊരുതണമെങ്കിൽ മനുഷ്യൻ്റെ കയ്യിൽ നിർമ്മിക്കപ്പെട്ടതൊന്നും പറ്റില്ല. സ്തോത്രം. അതുകൊണ്ടാണ് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ആവർത്തന പുസ്തകത്തിലേക്ക് വരാം. 4:16 മുതലുള്ള വാക്യങ്ങൾ, 15 മുതലുള്ള 15, 16, 17. നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോറേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത ദിവസത്തിൽ
നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. ശ്രദ്ധിക്കണം, അതുകൊണ്ട് രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ പുരുഷന്റെയോ സ്ത്രീയുടെയോ രൂപമോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിൻ്റെ രൂപമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ രൂപമോ ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെ രൂപമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെ രൂപമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ, നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോരോവിലെ തീയുടെ നടുവിൽ നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിൻ്റെയെങ്കിലും പെണ്ണിൻ്റെയെങ്കിലും, ഇവിടെ വ്യക്തമായി മനസ്സിലാക്കണേ, കർത്താവ് ആണാണോ പെണ്ണാണോ? കർത്താവ് ആണാണോ പെണ്ണാണോ? ഭൂമിയിൽ ജീവിച്ചപ്പോൾ കാര്യം പറയല്ലേ, ആണ് അല്ലേ? ആണിൻ്റെയെങ്കിലും. അപ്പോൾ കർത്താവിൻ്റെ രൂപമെന്ന് പറയുന്ന രൂപം വെക്കാനോ ഉണ്ടാക്കാനോ വണങ്ങാനോ നമസ്കരിക്കാനോ പാടില്ല. മാതാവ് പെണ്ണാണോ? പെണ്ണാണ്. പെണ്ണിൻ്റെയെങ്കിലും. സ്തോത്രം. അപ്പോൾ മനുഷ്യനിർമ്മിതമായി ആണിൻ്റെയോ പെണ്ണിൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെതായ ഒരായുധവും ഉണ്ടാക്കാൻ പാടില്ല. ഒരു വിഗ്രഹവും ഉണ്ടാക്കാൻ പാടില്ല. സ്തോത്രം. ഈ അവയൊക്കെ ജീവനുള്ള ഒരു ആയുധമാണെന്ന് പറയും. മറ്റ് കൊന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പടം, ജീവൻ ഇല്ലാത്തതാണ്. ജീവൻ ഇല്ലാത്തതിനെ പിന്നെ എന്ത് ചെയ്യണം? ജീവൻ വെപ്പിക്കണം. സ്തോത്രം. ആശാരി വിഗ്രഹത്തെ ഉണ്ടാക്കും, പള്ളിയിലച്ഛൻ അതിനെ ആശീർവദിച്ച് ജീവൻ വെപ്പിക്കും. സ്തോത്രം. അപ്പോൾ വചനവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ നടക്കുന്നത്. ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അത് പഠിക്കേണ്ടത്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം 4-5 വായിച്ച്. ഞങ്ങളുടെ പോരാട്ടത്തിനുള്ള ആയുധങ്ങൾ ജഡികമല്ല, പിന്നെയോ കോട്ടകൾ നശിപ്പിക്കുവാൻ തക്ക ദൈവശക്തി ഉള്ളവ തന്നെ. ഹല്ലേലൂയ. കോട്ടകൾ തകർക്കാനുള്ള ദൈവശക്തി തന്നെ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറയണത് നന്നായിട്ട് സൂക്ഷിച്ചുകൊള്ളുവേൻ. ഈ പറയപ്പെട്ടതിലൊന്നും കോട്ടകൾ തകർക്കുന്ന ശക്തി ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ആയിരുന്നെങ്കിൽ അപ്പോസ്തലന്മാർ ജയിലിൽ കിടന്നപ്പോൾ ഒരു പടമെങ്കിലും കൊണ്ടുപോയിരുന്നു. കർത്താവിൻ്റെ ഒരു ഉണ്ണീശയുടെ ഒരു സ്റ്റാച്ചു എങ്കിലും എടുത്തുകൊണ്ട് പോയേനെ. അവർ കൊണ്ടുപോയ ഇല്ല. അവരുടെ ആയുധം ആത്മാവായിരുന്നു. ആത്മീയ ശക്തിയാൽ അവരാരാധിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടി, കാരാഗ്രഹം തുറന്ന്. പത്രോസ് അങ്ങനെ അവര് കടന്നു ചെല്ലുമ്പോൾ ഡോറെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുകയാണ്. സ്തോത്രം. അപ്പൊ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലായിരുന്നു? ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഏത് ബന്ധനമാണോ അതിനെ തകർക്കാനും അഴിക്കാനുമുള്ള ഒരു ആയുധം ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ, അനുഭവമുള്ള മക്കൾ ഒന്നും കരങ്ങളടിച്ച് നിന്റെ കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏതൊരു ആയുധത്തെയും തകർക്കുവാനാ ഇല്ലാതാക്കുവാനാ താൻ പിടിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം വചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യനിർമ്മിതമായ ഒരു ആയുധത്തിനും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ശക്തിയെ തകർക്കാൻ പറ്റില്ല. അത് ദൈവം തന്ന ഒരു ആയുധമുണ്ട്, ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു ആയുധം. ആ ആയുധമാണ്. ആ ആയുധമുള്ളവന്, സ്തോത്രം, ചിലർക്ക് ഇതെടുത്തു മാറ്റാൻ പേടിയാണ്. ഏതാ? ഒരിക്കൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത് എടുത്തു മാറ്റാനായിട്ട്, രൂപങ്ങൾ എടുത്തു മാറ്റാൻ പേടിയാണ്. സ്തോത്രം. നീ പേടിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ ഇല്ലത്തതുകൊണ്ട്. നിനക്ക് അതിനെ തൊടാൻ പേടി, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ ഇല്ല.
പുറത്തിരിക്കുന്നവനേക്കാൾ ശക്തനാണ് അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ആ അഭിഷേകം തിരിച്ചറിയുന്നത് വചനം ഉള്ളിൽ ചെല്ലുമ്പോഴാണ്. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ സൈമണിൻ്റെ അപ്പോസ്തലന്മാരുടെ അഭിഷേകം കണ്ട് അവർ പിശാചിനെ പുറത്താക്കുന്നത് കണ്ടപ്പം സൈമൺ മന്ത്രവാദി അവർ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് നോക്കുകയാണ്. പിശാചിനെ ശാസിച്ചപ്പോൾ പിശാചി ചോദിക്കണേ, പൗലോസിനെ എനിക്കറിയാം, പത്രോസിനെ എനിക്കറിയാം, ബർന്നബാസിനെ എനിക്കറിയാം, നീ ആരാണ്? അപ്പൊ ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞിട്ടുള്ളവരെ പിശാചിന് തിരിച്ചറിയും. സ്തോത്രം. അവൾ അഭിഷേകം ഇല്ലാത്തവൻ പിശാചിനെ ശാസിച്ചാൽ പിശാചി മറിച്ച് ചോദിക്കും, നീ ഇവരെയൊക്കെ എനിക്കറിയാം, അവരുടെയൊക്കെ മുമ്പ് ഞാൻ പറക്കും, പക്ഷെ എൻ്റെ മുമ്പിൽ നിന്നെ ഞാൻ പറപ്പിക്കും. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ, ദുഷ്ടാത്മാവിനെ പുറത്താക്കാൻ ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാകുന്ന ആയുധമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും നിർമ്മിക്കരുത്, അവയെ വണങ്ങരുത്, അവയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും മുട്ടുകുത്തിക്കുകയും, സ്തോത്രം, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന മാതാവിൻ്റെ ഉറങ്ങുന്ന രൂപം എന്ന് പറയുന്ന രൂപം ഉണ്ടാക്കി വന്ദിക്കാനായിട്ട് ജനത്തിനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ശക്തി ഏതാണ്? പിശാചാണ്. അതാണ് വെളിച്ച തൂകുന്ന വേഷത്തിൽ പിശാചി വരുമെന്ന്. അത് ചിലപ്പോൾ പള്ളിയിൽ അച്ഛൻ്റെ രൂപത്തിലായിരിക്കാം, കന്യാസ്ത്രീയുടെ രൂപത്തിലായിരിക്കാം, പോപ്പിൻ്റെ രൂപത്തിലായിരിക്കാം, ബിഷപ്പിൻ്റെ രൂപത്തിലായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന് പ്രത്യേകിച്ച് പിന്നെ ഓരോ ഗ്രേഡൊന്നും നോക്കത്തില്ല. ബിഷപ്പാണെങ്കിൽ ബിഷപ്പ്, നമുക്ക് ജനത്തിന് തെറ്റിക്കാം. സ്തോത്രം. എന്തൊരു കഷ്ടമാണെന്നറിയാമോ? ജനം ചോദിക്കുന്നത്, ഇവരെല്ലാം നന്നായിട്ട് പഠിച്ചവരല്ലേ, ഇവർക്കെല്ലാം ഭയങ്കര അറിവുള്ളവരല്ലേ, അവർക്ക് തെറ്റുമെന്നാ? എത്ര അറിവുണ്ടായാലും ശരി, ദൈവത്തിൻ്റെ ആ അഭിഷേകവും ദൈവത്തിൻ്റെ വചനവും നിന്റെ ഉള്ളിലില്ലെങ്കിൽ യു ആർ ഓൺലി എ സീറോ. ഹല്ലേലൂയ. ജനത്തിനോട് നന്നായി സൂക്ഷിച്ചുകൊള്ളുമെന്നാ പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്ന ആണിൻ്റെയോ പെണ്ണിൻ്റെയോ. സ്തോത്രം. അപ്പം ഈ വചനപ്രകാരം അവിടെ കിടന്ന് ഉറങ്ങുന്നത് ആരാ? പറ, പേടിയാണോ പറയാ? അപ്പം മാതാവിൻ്റെ രൂപത്തിൽ അവിടെ കിടന്ന് ഉറങ്ങുന്ന ആരാ? അപ്പോൾ വെളിച്ച ദൂതൻ്റെ വേഷത്തിൽ അവൻ അവിടെ കിടക്കുന്ന ആരുടെ രൂപത്തിൽ? മാതാവിൻ്റെ രൂപത്തിൽ. അതിൻ്റെ മുമ്പിലാണ് ധൂപം കാണിക്കുന്നതും ജനത്തിനെ ആരാധിപ്പിക്കാനും പുരോഹിതൻ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പം ജനങ്ങളുടെ വിചാരം എന്താ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ക്രിസ്തീയ ജീവിതം ഫുൾഫില്ലാകുന്നതെന്നാണ്. പിശാചിൻ്റെ കവളിപ്പിക്കലാണത്, കൊടിയ തന്ത്രമാണെന്ന് നീ അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ അതിൻ്റെ ലിങ്കായിട്ട് വായിച്ചു കൊണ്ടിരിക്കുന്നത്. എഫെസ്യ ലേഖനം 6-ന്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവസാനമായി കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. അപ്പോൾ ഒരു ക്രിസ്തുവിൽ ജനിക്കുന്നവൻ ക്രിസ്ത്യാനി, ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുന്നവനല്ല ക്രിസ്ത്യാനി, ക്രിസ്തുവിൽ ജനിക്കുന്നവരാണ് ക്രിസ്ത്യാനി. അപ്പോൾ അവൻ ഒരുത്തൻ ക്രിസ്ത്യാനിയാകുന്നത് ചിലപ്പോൾ 65, 80, 85, 95 വയസ്സിലായിരിക്കാം. ഒരു വീണ്ടും ജനനം വരുമ്പോഴാണ് ഒരുത്തൻ ക്രിസ്ത്യാനി ആകുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെന്ന് കരുതി ഒരുത്തൻ ക്രിസ്ത്യാനി ആകില്ല. ക്രിസ്തുവിൽ ജനിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അങ്ങനെ ക്രിസ്തുവിൽ ജനിക്കുന്നവന് ഒരായുധമുണ്ട്. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവെന്നാണ് പറയുന്നത്. സ്തോത്രം. നമ്മളിപ്പോൾ ഒരു ആയുധം ഇങ്ങനെ കൊണ്ടു നടന്നാൽ അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ പ്രയോജനമില്ല. ആയുധം കയ്യിലുണ്ട്, പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ് ഷണ്ണൻ ചോദിച്ചത്,
ഇത് ആ ഒരു വ്യാഖ്യാനിച്ച് തരാതെ കണ്ട് ഇതിൻ്റെ പൊരുളെങ്ങനെ എനിക്ക് മനസ്സിലാകും? എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടെന്നേ. കരസ്മാറ്റിക് മൂവ്മെന്റ് വന്നതോടുകൂടി എല്ലാവരുടെ കയ്യിലും ബൈബിളായി. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. പക്ഷേ അത് വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാഞ്ഞത് കൊണ്ടാണ് ഇന്നും ജനം വിഗ്രഹത്തെ വിടാത്തത്. പൊരുൾ നീക്കി കൊടുക്കണം, മറ നീക്കി കൊടുക്കണം. ഹല്ലേലൂയ. അതെ, തെറ്റായി വ്യാഖ്യാനിച്ച് ജനത്തിനെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോഴും അന്ധതയിൽ നിൽക്കുന്നത്. ഈ അന്ധകാരം മാറുന്നത് എപ്പോഴാണ്? ഒരുത്തൻ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോഴാണ്. ഒരുത്തൻ എപ്പോഴാണ് ക്രിസ്തുവിലേക്ക് തിരിയുന്നത്? ദൈവവചനത്തിലേക്ക് ഒരുത്തൻ തിരിയുമ്പോഴാണ് ആ മൂടുപടം മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. താഴോട്ട് വായിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന്. അപ്പൊ പിശാചിന് തന്ത്രങ്ങളുണ്ട്. വചനം പറഞ്ഞ കൊടിയ തന്ത്രങ്ങളെന്നാണ്. സാധാരണ തന്ത്രമൊന്നുമില്ല. അവൻ ഭയങ്കര തന്ത്രശാലിയാണ്. സ്തോത്രം. ഭയങ്കര തന്ത്രശാലിയാണ്. ഭക്തിയുടെ വേഷത്തിൽ തന്നെ വരും. പ്രൈസ് ദി ലോർഡ്. ചിലർ പിശാചിനെ ശാസിക്കുമ്പോൾ അവൻ പറ, നീ ആരാണ്? ഞാൻ ഗീവർഗീസാണ്. അപ്പൊ അവൻ ആരുടെ രൂപത്തിലാണ് വന്നത്? ഗീവർഗീസിന്റെ രൂപത്തിലാണ്. സ്തോത്രം. നീ ആരാണ്? ഞാൻ സെബസ്ത്യാനോസാണ്. ചിലർക്ക് സെബസ്ത്യാനോസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തുള്ളലായിരിക്കും. സ്തോത്രം. അങ്ങനെ തന്നെ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ, പാവികളായ ഞങ്ങളെ രക്ഷിക്കുവാനായി ജനിച്ച സെബസ്ത്യാനോസ് എന്നാണ്. അപ്പോൾ മഹത്വവും മാനവും ആർക്ക് പോയി? സെബസ്ത്യാനോസിന് പോയി. പാവിയായ എന്നെ രക്ഷിക്കാനായി ജനിച്ചവനാരാ? യേശു ക്രിസ്തുവാണ്. നോക്കിക്കോ, വളരെ ഭക്തിയോടെ പാട്ടുപാടി കൊഴിപ്പിച്ചപ്പം മഹത്വവും മാനവും അടിച്ചിട്ട് ആര് പോയി? കർത്താവ് അവിടെ നോക്കിക്കണം, മകനെ ഞാനില്ലടാ നിനക്ക്, സെബസ്ത്യാനോസാണ്. ഓക്കെ, പിശാചിന്റെ കുടിലെ തന്ത്രം ജനം ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. അവൻ ആ ഭക്തിയിൽ മുഴുകി അങ്ങനെ ഇരിക്കുമ്പോൾ ജനം വിശ്വസിക്കുന്നത് സെബസ്ത്യാനോസാണ് നമുക്ക് വേണ്ടി മരിച്ചതെന്നാണ്. സെബസ്ത്യാനോസ് അല്ല കണ്ട കുട്ടാ, സെബസ്ത്യാനോസ് അല്ല, കർത്താവായി യേശുവാണ്. സ്തോത്രം. ഈ സെബസ്ത്യാനോസിനും വേണ്ടി കൂടിയാ കർത്താവ് മരിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ തെറ്റ് മനസ്സിലാക്കണമെങ്കിൽ സ്തോത്രം ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിയാം. വചനമാണ് ദൈവത്തിൻ്റെ ശക്തി. അത് ഉള്ളിൽ വരുമ്പോഴാണ് ഈ അന്ധകാരം മാറുന്നത്. അപ്പോൾ പിശാചിൻ്റെ കുടില തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗങ്ങൾ ധരിക്കണം. 1 പത്രോസ് 2:2. വിശുദ്ധ പത്രോസ് എന്താണ്? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ വാഞ്ചിക്കുവിൻ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. അപ്പോൾ ഇപ്പോൾ സാധാരണ ജനിക്കുന്ന കുഞ്ഞിന് എന്താ കൊടുക്കുന്നത്? പാല്. ഇല്ല, കട്ടിയ ആഹാരമൊന്നും അല്ലല്ലോ, പാലാണ്. അതുപോലെ തന്നെ ആത്മീയ ഗോളത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിന് കൊടുക്കുന്ന പാലാണ് വചനമെന്ന മായമില്ലാത്ത പാൽ. വ്യക്തമായി നിന്ന് ചിന്തിക്കണം. വചനമെന്ന മായമില്ലാത്ത പാലെന്ന് പറയുമ്പം വചനമെന്ന മായമുള്ള പാലും ഉണ്ട്. സ്തോത്രം. അതും വിളമ്പി തരുന്ന ആരാ? പിശാചൻ. സ്തോത്രം. വചനമെന്ന മായമുള്ള പാല് ഉണ്ടാക്കരുത് എന്ന് പറയുമ്പം അങ്ങനെ ദൈവം പറയുന്നത് ഒരു രൂപവും ഉണ്ടാക്കരുത്. രൂപമെന്ന് പറയുമ്പം, വിഗ്രഹമെന്ന് പറയുമ്പം അമ്പലത്തിലിരിക്കുന്നതാണ് എന്ത്? രൂപം. ഇവിടെ ഇരിക്കുന്നത് എന്താണ്? സ്വരൂപം. ഇത് ഇങ്ങനെ പഠിപ്പിക്കുന്ന എപ്പോഴാ? കാറ്റക്കിസം ക്ലാസ്സിലാണ്, ഇല്ലയോ? അപ്പോൾ ആ നിഷ്കളങ്കയായ കുഞ്ഞ് വിചാരിക്കുന്ന എന്താണ്? ഇത് സ്വരൂപം, മറ്റത് വിഗ്രഹം. ഇൻ ഇഫക്റ്റ് രണ്ടും ഒന്ന് തന്നെ. മനസ്സിലായ? കള്ളം കയറിയാൽ പള്ളിയിൽ കയറുമോ അമ്പലത്തിൽ കയറുമോ? അല്ല, കയറിയാൽ അടിച്ചുകൊണ്ട് പോകണം. വിഗ്രഹം ഏതായിരിക്കും? പള്ളിയിൽ നിന്നാണോ
അമ്പലത്തിൽ നിന്നാണ്. കാരണം എന്താ? അമ്പലത്തിൽ ഉണ്ടായിരിക്കുന്ന പഞ്ചലോകം കൊണ്ടാണ്. കേറിയ കള്ളന് ഇതിൻ്റെ വില അറിയാം. മനസ്സിലായ? അവൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തൊടുക. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ അതാണ് അച്ഛന്മാരുടെ ബുദ്ധിയെന്ന് പറയണത്. മനസ്സിലായ? ആ അച്ഛൻ്റെ രൂപത്തിലാണ് ആര് വരുന്നത്? പിശാച് വരുന്നത്. അത് സ്വരൂപമാണ്. അപ്പോൾ അമ്പായി ഉമ്മ, അമ്പായി ഉമ്മ, ഇത് പോവുക മനസ്സിൽ. മൂക്കി പഞ്ഞു വെക്കാൻ പ്രായമായാലും അമ്പായി ഉമ്മ പോവുക ഇല്ല. നോക്കി എത്ര കുടില തന്ത്രത്തോടെ അവൻ കയറി വന്നെന്ന് നോക്കി. സ്തോത്രം. ആ കുടിലതന്ത്രത്തെ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്ന ശക്തിയാണ്. അപ്പോൾ അതിൻ്റെ പൊരുൾ നീക്കി മറ നീക്കി ജനത്തിനെ വചനം പഠിപ്പിക്കുമ്പോഴാണ് ഒരുത്തൻ ആത്മാവിൽ നിറയപ്പെട്ട പിശാചിനോട് പടപൊരുതാൻ കഴിയുന്നത്. സ്തോത്രം.